എൻ്റെ പേര് ഇമ്മാനുവൽ ചൂർ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇതിൽ സംസാരിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം ഹൈ റിച്ച് എന്നുള്ള പ്രസ്ഥാനത്തിലേക്കുള്ള ഇഷ്യൂസ് ഒരുപക്ഷെ ജനങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. കാരണം ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന കുറേ വ്യക്തികളും ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ട്. കൂടാതെ ഇതിന് ഓപ്പോസിറ്റായിട്ട് കുറച്ച് വ്യക്തികൾ അവർ ഈ ബിസിനസ്സിനെ പറ്റി വ്യക്തമായി പഠിക്കാതെ, എന്നാൽ അവർക്ക് ഈ ബിസിനസ്സിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാർക്ക് ലക്ഷങ്ങളോ കോടികളോ വരുമാനം കിട്ടുന്നതിൻ്റെ ഒരു തരം അസൂയ മൂത്തിട്ടു. അല്ലെങ്കിൽ ആ വ്യക്തികൾ എന്താണ് അതിൻ്റെ റിയാക്ഷൻ മനസ്സിലാക്കാതെ, അതിൻ്റെ ഗുണം മനസ്സിലാക്കാതെ, ആ സിസ്റ്റം മനസ്സിലാക്കാതെ ഈ കമ്പനിയെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരവസ്ഥയാണ്. ഈ പാവങ്ങളായിട്ടുള്ള ആളുകൾ പലവരും സ്വർണം വിറ്റും മറ്റു കാര്യങ്ങളായിട്ടും പുതിയൊരു ഉപജീവനത്തിനായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് വരുമാനത്തിനായിട്ടോ ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികൾ അവരുടെയൊക്കെ പൈസ ഇപ്പോൾ എന്നെ അറിയിക്കണമെന്ന് പറയുന്നത്. അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഉപദ്രവിച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം വെറുതെ ഇരിക്കുന്ന വ്യക്തിയെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ജനത്തിൻ്റെ അവസ്ഥ അറിയാലോ. വെറുതെ ഒരു തരത്തിലും അവൻ്റെ വീട്ടിലുള്ള എന്തെങ്കിലും പണയം വെച്ചോ വീട് പണയം വെച്ചോ ഒക്കെ മേടിച്ചിരിക്കുന്ന പൈസ എടുത്തിട്ട് ഇതിലിട്ട് ഒരു പുതിയൊരു വരുമാന മാർഗം കണ്ടെത്തി അല്ലെങ്കിൽ അതിലൂടെ പ്രവർത്തിച്ചൊരു ജീവിതം മുന്നോട്ട് പോകാമെന്ന് കരുതിയ വ്യക്തികൾക്ക് ഈ നെഗറ്റീവ് ഗ്രൂപ്പ് ഇതിനെപ്പറ്റി പഠിച്ചിട്ട് കൂടിയില്ല. ഇവർ ചിന്തിച്ചിരിക്കുന്നത് ലീഡേഴ്സിൻ്റെ പരാതി കൊടുക്കണം. ലീഡേഴ്സ് എന്ന സാധനം കൂടി എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. കാരണം ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നത് വേറൊരു പ്രത്യേക ഗണമാണെന്ന്. ഈ ബിസിനസ്സിലേക്ക് ആരാദ്യം വരുന്നു ആ ബിസിനസ് വന്നു. ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ കെയർ ഓഫിൽ ഞാൻ എൻ്റെ ഭാര്യയാണ് കൊണ്ടുവന്നെങ്കിൽ ഞാൻ ഭാര്യ ലീഡറായിട്ട് മാറുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ ഇവർ കാണുന്ന ഒരു തരത്തിലുള്ള പ്രത്യേകത ഇതുമില്ല. പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നു, അതിനു വേണ്ടി പഠിക്കണം. ആ പഠിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഈ ബിസിനസ്സിൻ്റെ ആകെയുള്ള വിജയം. ഇനി ഇവർ നോക്കുന്നത് കുറേ ആൾക്കാർക്ക് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നു, കോടികൾ വരുമാനം കിട്ടുന്നു. അപ്പോൾ ഇവിടെ അയച്ചിരിക്കുന്ന പൈസയിൽ മുഴുവൻ യുവമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ചിന്ത, ലീഡേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിന്ത. അതും ഇവരുടെ തെറ്റാണ്. കാരണം ഇതിലേക്ക് ഒരു വ്യക്തി ബിസിനസ്സിലേക്ക് വരുമ്പോൾ അയാൾ 10,000 രൂപയാണെങ്കിൽ തൊട്ട് ലീഡറിന് കിട്ടുന്ന ആ ഇൻട്രൊഡ്യൂസറിന് 1000 രൂപയാണ്. ഇനി അയാൾ 10 ലക്ഷം ഇട്ടാലും കിട്ടുന്നത് 1000 രൂപയാണ്. 1 കോടി ഇട്ടാലും 1000 രൂപ കിട്ടുള്ളൂ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന. പക്ഷെ ഈ 1 ലക്ഷം ഒരു 10,000 രൂപ ഒരു യൂണിറ്റ് അയാളുടെ അക്കൗണ്ടിൽ വരും. അത് 10 ലക്ഷം ആണെങ്കിൽ 100 യൂണിറ്റ് വരും, അല്ലെങ്കിൽ 1 ലക്ഷം ആണെങ്കിൽ 10 യൂണിറ്റിൻ്റെ വരും. ഇയാളുടെ ബി ടീമിൽ ഇതേപോലെ തന്നെ സെയിൽസിൻ്റെ ഓരോ യൂണിറ്റ് വന്നാൽ മാത്രമേ ഇയാൾക്ക് ജീവിതത്തിൽ കിട്ടുള്ളൂ. എന്നാൽ ഇയാളുടെ ജീവിതത്തിൽ ഇയാളുടെ ബി ടീമിലേക്ക് ആരും ഇതുപോലെ സെയിൽസ് കൊണ്ടുവന്നില്ലെങ്കിൽ ഇയാൾക്ക് 1 രൂപ കിട്ടില്ല. ഈ കമ്പനി പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു സ്ഥിര വരുമാനം ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണോണ്ട് ഇതിലേക്ക് ആൾക്കാർ ആകർഷണം. സാധാരണ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ളൊരു സിസ്റ്റം ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കമ്പനി ഒരു ലൂസേഴ്സിനെ സൃഷ്ടിക്കുന്നില്ല. ഒരു തരത്തിലുള്ള നഷ്ടസാധ്യതയും ഇല്ലാതെ ആക്കിയത് കൊണ്ട് മാത്രം. കാരണം
സാധാരണ ഒരു നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്തു മറു ബിസിനസ് ചെയ്തില്ലെങ്കിൽ അയാൾക്കൊന്നും കിട്ടില്ല. ഇവിടെ കമ്പനി ഹൈറിച്ചിൻ്റെ ഒരു വലിയ ചരിത്രപ്രധാനമായിട്ട് ഒരു ഇതുണ്ടാക്കിയേക്കുന്നത്, കസ്റ്റമറിന് ഏതെങ്കിലും ഒരു കസ്റ്റമർ അവൻ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെ വന്നാലും കസ്റ്റമറിന് ആ വന്നിരിക്കുന്ന തുകയ്ക്ക് 3 ഇരട്ടി, അത് നിശ്ചിതമായ കാലയളവിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ 3 ഇരട്ടിക്ക് അത് ചെറിയൊരു തുകയായിട്ട് എല്ലാ ആഴ്ചയിലും കിട്ടിക്കൊണ്ടിരിക്കും. ഇതല്ലാതെ ഇതിൽ ഒരു മാജിക്ക് ഒന്നുമില്ല. അത് കമ്പനി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. ആ കമ്പനി അതിന് റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ വരുന്ന ആൾക്കാർക്കുള്ള എന്തൊക്കെ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുക. കമ്പനിയുടെ ഉദ്ദേശം എന്താ? അവരുടെ ബിസിനസ്, സൂപ്പർ മാർക്കറ്റിലുള്ള ബിസിനസ് നടക്കണം. അപ്പോൾ അതിനു വേണ്ടി നിശ്ചിതമായിട്ടുള്ളൊരു തുക, അവർക്കൊരു ചിലവിൽ നിന്നൊരു വരുമാനം ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനിയുടെ പ്രോജക്ട്സിലേക്ക് ആകർഷണം വരുമ്പോൾ ഓട്ടോമാറ്റിക് ഈ വ്യക്തി തന്നെ അടുത്ത ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്തോളും. കമ്പനിയെ നന്നായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നതുകൊണ്ട് കമ്പനിയുടെ, കാരണം സൂപ്പർ മാർക്കറ്റും മറ്റു കാര്യങ്ങളും ഏതൊരാൾക്കാർക്കും ജീവിതത്തിലേക്ക് സാധനങ്ങൾ മേടിക്കാതെ പറ്റില്ല. ഈ സാധനങ്ങൾ നിലവിലെ അവൻ മേടിക്കുന്ന കടയിൽ നിന്ന് മാറ്റി കമ്പനിയുടെ കടയിൽ നിന്ന് മേടിക്കുക. ഇത് മാത്രമേ ഇതിനോട് ഈ ബിസിനസ് തന്ത്രമുള്ളൂ. അതിലൂടെ മേടിക്കുമ്പോൾ അവന് ഒരു വരുമാന മാർഗം സൃഷ്ടിക്കപ്പെടുന്നു. ഈ സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ട് അവനൊരു പുതിയ ജീവിതം ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ അവന് ഇവിടെ ഒരാൾ പുതിയതായിട്ട് വരുന്ന വ്യക്തിക്ക് ഒരു ജീവിതമാർഗം കണ്ടെത്താൻ പറ്റുന്നു, ഒരു പുതിയ വരുമാനം കണ്ടെത്താൻ പറ്റുന്നു. കൂടാതെ അവൻ്റെ ജീവിതത്തിലെ നല്ല നല്ല സ്വപ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇത് പഠിച്ചാൽ കുറേയും കൂടി നല്ല ശക്തമായ രീതിയിൽ ചെയ്താൽ നല്ലൊരു ബിസിനസ് ആശയത്തിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇത് യഥാർത്ഥത്തിൽ ഇത് പഠിക്കാതെ നടന്ന കുറച്ച് ആൾക്കാർക്ക് ഒന്നില്ലെങ്കിൽ അവരുടെ അസൂയയായിരിക്കാം. ഈ അസൂയ മൂത്തിട്ട് അവരുടെ അസൂയാണെന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. കാരണം അതുപോലെ ഒരു അന്ധത അവരുടെ മനസ്സിൽ വന്നുപോയി. അല്ലാതെ ഈ പാവം പിടിച്ച ആൾക്കാരുടെ ഈ ബിസിനസ് അവർ കേസ് കൊടുത്തില്ല എന്ന് പറയാൻ പോകാത്ത അവരുടെ ചിന്തയിൽ വരുന്നത് ഈ വ്യക്തികളുടെ മനസ്സിൻ്റെ അന്ധതയാണ്. ആ ഒരു പ്രശ്നം കൂടിയാണ് എനിക്കിന്നിപ്പോൾ തോന്നിയിരിക്കുന്നത്. ഇത് പൊതുജനങ്ങളെ നിങ്ങളും മനസ്സിലാക്കണം. ഈ കമ്പനിയിൽ എന്താണ് നടക്കുന്നത് എന്ന് കുറച്ച് ആളുകളുടെ അറിവില്ലായ്മ കാരണം കൊണ്ട് ഈ കമ്പനിയെ ശല്യം ചെയ്ത് അതിനെ പല പ്രതിസന്ധി, ഏത് കമ്പനിക്കാണെങ്കിലും കേസ് കൊടുത്താൽ ആ കേസിന് അതിനെ അന്വേഷിച്ചാലേ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരാൻ, ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കേസിന് കൊടുത്താൽ അത് അന്വേഷണം കൊടുത്ത് ഒറ്റയടിക്കങ്ങോട് കൊടുത്ത് ഇതിൻ്റെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലൊന്നും കോടതി പെട്ടെന്ന് വില വെക്കില്ല. അത് അവർ പഠിക്കണം. അവർക്ക് പഠിക്കാനായിട്ടുള്ള സമയം കൊടുക്കണം, അതിൻ്റെ തെളിവ് കൊടുക്കണം. തെളിവ് കൊടുത്താൽ മാത്രം പല ആൾക്കാരെ അവർ ചോദ്യം ചെയ്ത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് അതിൻ്റെ തെളിവ്. അപ്പം കൂടുതൽ സങ്കീർണത ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത് പോകുന്നത്. അല്ലാതെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഈ പൈസ എടുത്തിട്ട് ഇന്ന് എത്ര പുണ്യപ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് എന്ന് പറഞ്ഞാലും അവരുടെ ഇതൊരു ശാപമായി അവർക്ക് വരുള്ളൂ. കാരണം അറിയാത്ത കാര്യത്തിലേക്ക് വേണ്ടി വെറുതെ കയറി ചൊറിഞ്ഞ് അതിനെ വ്രണപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് കിട്ടാൻ പോണ ഇത് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ലെന്ന് ഏതൊരാൾക്കറിയാം. പക്ഷേ ഇതിൽ കുറേ ആൾക്കാർക്കുണ്ട്. ഇതിൽ 4 കൂട്ടർ ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്ന ഈ കമ്പനിയെ നശിപ്പിച്ചാലുള്ള ബെനിഫിഷ്യറി ആയിട്ട് ഇൻഡയറക്റ്റ്ലി അവർ ചിന്തിക്കുന്ന ഒരു ചിന്ത. ഒന്നാമത്തത് ചില നെറ്റ്വർക്ക് കമ്പനീസ്. കാരണം നെറ്റ്വർക്ക് കമ്പനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ വരുമാനം കിട്ടുന്നുള്ളൂ. അല്ലാത്തവർക്കൊന്നും വരുമാനമില്ല. അവർക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് മേടിച്ച് അതുകൊണ്ട് ഒരുപക്ഷെ ഇഷ്ടമില്ലാത്ത പ്രോഡക്റ്റ് ആയിരിക്കാം, മറ്റൊരാൾ വന്ന് നിർബന്ധിച്ചുകൊണ്ട് അവൻ മേടിച്ച് വീട്ടിലെടുത്ത് വെക്കണ്ടാവും. അവൻ്റെ കാശ് പോയിന്നോ അല്ലെങ്കിൽ അവന് വിഷമിച്ച് ഇരിക്കണ്ടാവുള്ളൂ. കാരണം അവന് അത് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ അറിയുന്നില്ല.
ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആ റിസ്ക് ഒരു പക്ഷേ കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർക്ക് കമ്പനി ഒരു നിശ്ചിത തുക കൊടുക്കാൻ തയ്യാറായത്. ഇത് മാത്രമാണ് വ്യത്യാസം. ഓട്ടോമാറ്റിക്കലി ഒരു കമ്പനി മറ്റുള്ള ഇതുവരെയും കൊടുക്കാത്ത കമ്പനി ഒരു സ്ഥിരമായിട്ടൊരു ചെറിയ വരുമാനമുള്ളത് അവൻ ആ കമ്പനിയെ പറ്റി പഠിക്കും. നമ്മൾ ഈ ഒരു സ്ഥലത്ത് എല്ലാത്തും അവിടെ ചെറിയ സ്റ്റൈഫൻഡ് പോലെ ചെറിയൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയെ പറ്റി പോയിക്കില്ലേ. അറ്റ്ലീസ്റ്റ് ആ പൈസ എങ്ങനെ വിഡ്രോ ചെയ്യണം, അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യണമെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ അക്കൗണ്ടും മറ്റു കാര്യങ്ങളും തുറന്നു നോക്കും. ആ തുറന്നു നോക്കുമ്പോൾ കമ്പനിയിലേക്ക് ഡീൽ ചെയ്യുന്ന കമ്പനിയുടെ സൂപ്പർ മാർക്കറ്റുകളും മറ്റു കാര്യങ്ങളും അവൻ പഠിക്കും. ആ സൂപ്പർ മാർക്കറ്റ് പഠിക്കാത്ത അതിൻ്റെ ഉള്ളിൽ ഓൺലൈനിലെ സാധനങ്ങൾ എങ്ങനെ പർച്ചേസ് ചെയ്യണതിനെ പറ്റി പഠിക്കും. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അത് 1 by 1 ആയിട്ട് നടന്ന് പോകുന്നൊരു ഇതാണ്. അപ്പോൾ ഈ ഇതാണ് MLM കമ്പനിക്ക് ഇതിന് കുറച്ച് ആൾക്കാർക്ക് എതിർപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ പലതും അവർ ചെയ്തിരുന്ന ആൾക്കാർ അതിൽ വിജയിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇവിടെ വിജയിക്കാം എന്നുള്ള സാധ്യതയിൽ ഇങ്ങോട്ട് വരുമ്പോൾ MLM കമ്പനീസ് ഇതിൽ ചില ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് കുറച്ച് ഡിപ്പോസിറ്റർ കമ്പനികളാണ്. ശരിക്കും ഇങ്ങനെ പണയമൊക്കെ വെച്ചിട്ട് സാധാരണ ഇതിൽ പണയം എടുക്കാതെ വരുവാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് അവരുടെ പണയവും കാരണം ഇവിടെ ഒരു റെഗുലർ വരുമാനവും കിട്ടിക്കൊണ്ട് പണയം തിരിച്ചെടുക്കാൻ പറ്റുന്നു. അപ്പോൾ പണ്ടത്തെ പോലെ സ്വർണ്ണങ്ങൾ ഈ ഡെപ്പോസിറ്റ് കമ്പനിക്കൊന്നും സ്വർണം അവർക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല. അവർക്ക് തിരിച്ച് വെച്ച സാധനം അവർക്ക് വസൂലാക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പല ഡെപ്പോസിറ്റേഴ്സൊക്കെ പോയത് കൊണ്ടൊക്കെ അവർ ഇതിനെ എതിർക്കുന്നുണ്ട്. മൂന്നാമത് OTT കമ്പനീസാണ്. OTT പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 215 കോടി രൂപയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത്. 215 കോടി രൂപ. ആ കമ്പനി അവിടേക്ക് ഒരു പുതിയ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പാരൻ്റായിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2023 ഓഗസ്റ്റിൽ വന്നിരിക്കുന്ന സെപ്റ്റംബറിൽ വന്ന ഒരു OTT HR-OTT എന്ന് പറഞ്ഞ കമ്പനി വന്നു. ആ കമ്പനി വന്ന് അതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളായിട്ടും പലപ്പോഴും വന്നു കഴിഞ്ഞപ്പോൾ വലിയ വലിയ കമ്പനികൾക്ക് അതൊരു ക്ഷീണമായിട്ട് തോന്നി. അവർ ഇതിൻ്റെ പുറകിൽ നിന്ന് ചരട് വലിക്കുന്നുണ്ടോ, അവരും കൂടി ഇതിൻ്റെ പുറകിൽ നിന്ന് ചരട് വലിക്കുന്നുണ്ട്. ആ ചരട് വലിയിലൂടെ ഇതിൽ കുറച്ച് യൂട്യൂബേഴ്സ് ബ്ലോഗേഴ്സിന് കാശ് കൊടുത്തിട്ട് അവരുടെ ഡെയിലി ഈ യൂട്യൂബേഴ്സൊക്കെ ഇതിൽ ബിസിനസ് തുടങ്ങിയവരല്ല. പക്ഷേ ഡെയിലി 3-4 നേരം അവരിത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പുറമേ നിന്ന് ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുറമേ നിന്ന് ഇങ്ങനൊരു പൈസ ഈ ഒരു കമ്പനിയെ നശിപ്പിക്കേണ്ടത് ഇത് വരുന്നത് ഈ OTTയിലേക്ക് എന്തെങ്കിലുമൊക്കെ വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ പാരൻ്റ് കമ്പനിയെ നശിപ്പിച്ചാൽ ഇത് നശിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ഗൂഢസംഘമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ജനം മനസ്സിലാക്കുക. ഇത് ഇവിടെ കേരളത്തിൽ ഇഷ്ടംമാതിരി ഇവിടെ തൊഴിൽശാലകളുണ്ടായിരുന്നു. പണ്ട് ഇവിടുത്തെ തൊഴിൽശാലകൾ പലതും പൂട്ടിച്ചതാണ്. ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടാവും. അത് ഇവർ എല്ലാം ഇൻഡയറക്റ്റ്ലി ഇതെല്ലാം ഒരു വിദേശത്തോ അല്ലെങ്കിൽ അവരുടെ സെയിൽസിന് വേണ്ടി ഈ ഒരു ചെറിയ ഇത് നടത്താൻ വേണ്ടി അവർ കോടിക്കണക്കിന് രൂപ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് പകരം ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ നിരോധിക്കാൻ വേണ്ടി ഇവിടെ സമരങ്ങൾ ഉണ്ടാക്കി അങ്ങനെ സ്ഥാപനങ്ങൾക്ക് അടച്ചു പൂട്ടിച്ച് ഇങ്ങനെ കേരളത്തിലെ പല യുവാക്കളെല്ലാം പിന്നെ ഗൾഫിലേക്ക് പോയി. ഇന്ന് ഗൾഫിലെ സ്ഥിതി അതിനേക്കാളും മോശമാണ്. ഇന്ന് കേരളത്തിൽ നിന്നല്ലാതെ മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. വിദേശത്തുള്ള ആൾക്കാർക്ക് ഇന്ന് ഇന്ത്യയിൽ നിന്ന് ജീവിക്കാൻ പറ്റാത്ത ഇവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള വലിയൊരു സംവിധാനമാണ് ഈ ബിസിനസ്. ഇത് മനസ്സിലാക്കാതെ ഇന്ന് AI-യുടെ ഒരു ആവിർഭാവം കൂടി വന്നിട്ടുണ്ട്. മനുഷ്യന് ഒരു ജോലി കിട്ടാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ
ഈ പുതിയ സിസ്റ്റമായിട്ടുള്ള മൾട്ടി MLM-നെക്കാൾ ഉപരിയായിട്ട് മൾട്ടി പോയിൻറ്റ് മർക്കൻറ്റൈൽ സിസ്റ്റം എന്ന് പറഞ്ഞ ഈ സിസ്റ്റത്തിന് ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ മൾട്ടി പോയിൻറ്റ് മർക്കൻറ്റൈൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിന് വന്നതോടുകൂടി ഇതിൽ വലിയൊരു പ്രോഗ്രസ് നടക്കും. ഇത് മനസ്സിലാക്കാനായിട്ടും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.